ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനഖാറാം, അനോന സിദ്ധു, അവിനാഷസ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഗുജറാത്തിലും ഏക സിവിൽ കോഡ് വരും. ഗുഗേഷിനെ വീഴ്ത്തി പ്രഗ് ചാമ്പ്യൻ. റാങ്കിലും അഭിഷേക് ഹിറ്റ്. കൊച്ചിയിൽ വീണ്ടും ഫ്ലാറ്റ് പൊളിക്കൽ ഉത്തരവിട്ട ഹൈക്കോടതി. ജീവിതശൈലി വെല്ലുവിളി, വിഷപ്പച്ചക്കറികൾ സുലഭം. ഷാരോൺ വധക്കേസ് വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീഷ്മ ഹൈക്കോടതിയിൽ. മദ്യവിൽപ്പനക്കാരെ പിടികൂടി. നാടുകടത്തിയ ഇന്ത്യക്കാരോട് US ക്രൂരത. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഗുജറാത്തിലും ഏക സിവിൽ കോഡ് വരും. ഉത്തരാഖണ്ഡിന് പിന്നാലെ ഏക സിവിൽ കോഡ് നടപ്പാക്കാനൊരുങ്ങി ഗുജറാത്ത്. കരട് തയ്യാറാക്കാനായി 5 അംഗ സമിതിയെ ഗുജറാത്ത് സർക്കാർ നിയോഗിച്ചു. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിലാണ് സമിതി. ഗുഗേഷിനെ വീഴ്ത്തി പ്രഗ് ചാമ്പ്യൻ. ലോക ചാമ്പ്യൻ ഗുഗേഷിനെ ടൈ ബ്രേക്കറിൽ കീഴടക്കി പ്രജ്ഞാനന്ദ ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിന്റെ കിരീടം സ്വന്തമാക്കി. 2006 വിശ്വനാഥൻ ആനന്ദിന് ശേഷം ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമായി പ്രജ്ഞാനന്ദ. അവസാന റൗണ്ട് ക്ലാസിക് ഗെയിമുകളിൽ ഗുഗേഷും പ്രഗും തോറ്റതോടെ ഒന്നാം സ്ഥാനത്തുള്ള ഇരുവർക്കും 8.5 പോയിന്റ് വീതമായി. ഇതോടെയാണ് വിജയിയെ തീരുമാനിക്കാൻ ടൈ ബ്രേക്കർ വേണ്ടി വന്നത്. പ്രഗിന്റെ വിജയവും കിരീടമുറപ്പിക്കാൻ കാരണവുമായത് ഗുഗേഷ് വരുത്തിയ പിഴവാണ്. ലോക ചാമ്പ്യനായ ശേഷം ഗുഗേഷ് കളിച്ച ആദ്യ ടൂർണമെന്റായിരുന്നു ഇത്. റാങ്കിലും അഭിഷേക് ഹിറ്റ്. ഇംഗ്ലണ്ടിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ തകർപ്പൻ സെഞ്ചുറിയിലൂടെ റാങ്കിൽ കുതിപ്പുമായി ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മ. 38 സ്ഥാനങ്ങൾ ചാടിക്കടന്ന് അഭിഷേക് ലോക രണ്ടാമനായി. ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡ് 1-ാം സ്ഥാനത്ത് തുടരുന്നു. ഇംഗ്ലണ്ടിന് എതിരായ 5-ാം T20-യിൽ അഭിഷേക് 55 പന്തിൽ 135 റൺസെടുത്തു. T20-യിൽ ഇന്ത്യക്കാരന്റെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച ഈ ഇന്നിംഗ്സിൽ 13 സിക്സുമുണ്ട്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 34 പന്തിൽ 79 റൺസ് നേടിയിരുന്നു. ഇതേ പരമ്പരയിൽ 14 വിക്കറ്റ് നേടിയ സ്പിന്നർ വരുൺ ചക്രവർത്തി 3-ാം സ്ഥാനം മെച്ചപ്പെടുത്തി ബൗളർമാരിൽ 2-ാം സ്ഥാനത്തെത്തി. കൊച്ചിയിൽ വീണ്ടും ഫ്ലാറ്റ് പൊളിക്കൽ ഉത്തരവിട്ട ഹൈക്കോടതി. കൊച്ചി വൈറ്റിലയിൽ സൈനികർക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിലെ 2 ടവറുകൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി. BC ടവറുകളാണ് പൊളിച്ചു നീക്കി പുതിയത് പണിയേണ്ടത്. ഇവിടത്തെ താമസക്കാരെ ഒഴിപ്പിക്കണമെന്നും ടവറുകൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഫ്ളാറ്റുകൾ സുരക്ഷിതമല്ലെന്ന് കാണിച്ച് താമസക്കാർ തന്നെ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ചന്ദർകുഞ്ച് എന്നാണ് അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ പേര്. 3 ടവറുകളാണ് ഇവിടെ ഉള്ളത്. സൈനിക ഉദ്യോഗസ്ഥർ, വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കായിട്ടാണ് 2018-ൽ ഫ്ളാറ്റ് നിർമ്മിച്ചത്. ബലക്ഷയം സംഭവിച്ച ഫ്ളാറ്റിന്റെ 2 ടവറുകളിൽ താമസക്കാർ തുടരുന്നത് സുരക്ഷിതമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. 2 ടവറുകൾ പൊളിച്ചു നീക്കാനും പുതിയത് പണിയാനും ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ കോടതി നിർദ്ദേശം നൽകി. ഫ്ളാറ്റുകൾ പൊളിച്ച് നിൽക്കുന്നതും പുതിയത് പണിയുന്നതിനും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കണമെന്നും നിലവിലുള്ള ഫ്ളാറ്റുകളുടെ അതേ സൗകര്യവും വലിപ്പവും പുതിയതായി നിർമ്മിക്കുന്ന ഫ്ളാറ്റുകൾക്ക് വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വൈറ്റിലയ്ക്ക് അടുത്ത സിൽവർ സാൻഡ് ഐലൻഡിലാണ് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഉള്ളത്. 3 ടവറുകളായി 264 ഫ്ളാറ്റുകളാണ് സ്ഥലത്തുള്ളത്. ഫ്ളാറ്റുകളുടെ താമസക്കാർക്ക് പ്രതിമാസ വാടക നൽകണമെന്നും പുതിയ ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാകും വരെ അത് തുടരണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. 21,000 മുതൽ 23,000 വരെ രൂപ മാസ വാടക ഇനത്തിൽ നൽകണമെന്നാണ് നിർദ്ദേശം. ജീവിതശൈലി വെല്ലുവിളി, വിഷപ്പച്ചക്കറികൾ സുലഭം. ക്യാൻസറിനെതിരായ അതിജീവന പോരാട്ടത്തിലാണ് നമ്മൾ. പണ്ട് പുകയിലയും മദ്യപാനവുമാണ് കാരണമെങ്കിൽ ക്യാൻസർ ജീവിതശൈലി രോഗമായത് ഭക്ഷണത്തിൻ്റെയും മറ്റ് ജീവിത സാഹചര്യങ്ങളുടെയും ഫലമാണ്. അതിവേഗ രോഗനിർണയത്തിലൂടെ ചികിത്സ ഉറപ്പാക്കാൻ 1 വർഷത്തെ ജനകീയ ക്യാമ്പയിന് സർക്കാർ തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ അടുത്തിടെ തിരുവനന്തപുരത്തു നിന്ന് മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയപ്പോൾ അവിടുത്തെ സർക്കാർ ശക്തമായി ഇടപെട്ടു.
ഗ്രീൻ ട്രൈബ്യൂണൽ നിർദ്ദേശമനുസരിച്ച് കേരളത്തിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ മാരകവിഷം പ്രസരിപ്പിക്കുന്ന കീടനാശിനി തളിച്ച പച്ചക്കറികൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രതിരോധിക്കാനാകുന്നില്ല. കേരളത്തിലേക്ക് കീടനാശിനി അടിച്ച പച്ചക്കറികളും പഴങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള പ്രത്യേക കൃഷിയിടങ്ങൾ തന്നെ അയൽ സംസ്ഥാനങ്ങളിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇത് തടയാൻ സർക്കാർ തലത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളുമില്ല. കേരളത്തിന് പുറത്തുനിന്ന് പ്രതിദിനം ടൺ കണക്കിന് പച്ചക്കറികളാണ് എത്തുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന പച്ചക്കറികളിലും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പഴവർഗ്ഗങ്ങളിലും വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്നവയിലും രാസകീടനാശിനി പ്രയോഗമുണ്ട്. ഏതുതരം കീടനാശിനികളാണ് രോഗകാരണമാകുന്നതെന്ന് കണ്ടെത്തിയാലേ തടയാനാകൂ. കഴിഞ്ഞ മാസം വിവിധ ജില്ലകളിൽ നിന്ന് ശേഖരിച്ച കാർഷിക സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിൽ ക്യാരറ്റ്, കത്തിരിക്ക, ഉരുളൻകിഴങ്ങ്, നീളൻ പയറ്, സ്ട്രോബെറി, നെല്ലിക്ക, മാതളം, ക്യാപ്സിക്കം, വെണ്ടയ്ക്ക, പച്ചമുളക്, ആപ്പിൾ, പേരയ്ക്ക എന്നിവയിൽ അളവിൽ കൂടുതൽ രാസവള സാന്നിധ്യം കണ്ടെത്തി. ഷാരോൺ വധക്കേസ് വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീഷ്മ ഹൈക്കോടതിയിൽ. തിരുവനന്തപുരം ഷാരോൺ രാജ് വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. കോടതി അപ്പീൽ ഫയൽ സ്വീകരിച്ച് സർക്കാരിന്റെ വിശദീകരണം തേടി. കേസിൽ 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യവും അനുവദിച്ചു. വധശിക്ഷയ്ക്ക് വിധിച്ച നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. താനും ഷാരോണും പ്രണയത്തിലായിരുന്നുവെന്നും വിഷം നൽകിയിട്ടില്ലെന്നുമാണ് അപ്പീലിൽ വിശദീകരിക്കുന്നത്. തെളിവുകൾ ശരിയായി വിലയിരുത്താതെ വിചാരണ കോടതി ശിക്ഷിക്കുകയായിരുന്നു. ഷാരോണിന് വിഷം കലർന്ന കഷായം നൽകിയിട്ടില്ല. താൻ വിളിച്ചിട്ടല്ല വീട്ടിലേക്ക് വന്നത്. തന്റെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ച വിവരം ഷാരോണിന് അറിയാമായിരുന്നു. അതിൽ നിന്ന് പിന്മാറുമെന്നും അറിയിച്ചതാണ്. വീട്ടിൽ അമ്മയ്ക്ക് നൽകാനായി തയ്യാറാക്കി വെച്ചിരുന്ന കഷായം ഷാരോൺ സ്വയം കഴിച്ചതാണ്. ഷാരോൺ ആശുപത്രിയിലാണെന്നറിഞ്ഞ് വാട്സാപ്പിൽ സന്ദേശം അയച്ചത് ആത്മവിശ്വാസം നൽകാനായിരുന്നു. മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതിനാലാണ് സോറി പറഞ്ഞ് സന്ദേശം അയച്ചത്. ജ്യൂസ് ചലഞ്ചോ കഷായ ചലഞ്ചോ നടത്തിയിട്ടില്ല. താൻ വിഷം നൽകില്ലെന്ന് ഷാരോണിന് ഉറപ്പുണ്ട്. അതാണ് ഷാരോൺ അത്തരത്തിൽ മൊഴിയൊന്നും നൽകാതിരുന്നതെന്നും അപ്പീലിൽ വിശദീകരിക്കുന്നു. മദ്യവിൽപ്പനക്കാരെ പിടികൂടി. സംസ്ഥാനത്ത് ഡ്രൈ ഡേയുടെ ഭാഗമായി നടന്ന പരിശോധനകളിൽ ജില്ലാ ചിറയൻകീഴിൽ 2 കേസുകളിലായി അനധികൃത 2 മദ്യവിൽപ്പനക്കാരെ പിടികൂടി. 21.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. ചിറയൻകീഴ് രാജൻ എന്നയാളാണ് 11 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പിടിയിലായത്. മറ്റൊരു സംഭവത്തിൽ 10.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി കായിക്കര സ്വദേശിയായ മോഹൻദാസിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. നാടുകടത്തിയ ഇന്ത്യക്കാരോട് US ക്രൂരത. വിലങ്ങും കാലുകളിൽ ചങ്ങലയുമായി 40 മണിക്കൂർ സൈനിക വിമാനത്തിൽ ഭക്ഷണ സമയത്തോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ പോലും ചങ്ങല അയച്ചില്ല. 104 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൊടും കുറ്റവാളികളെ പോലെ അമേരിക്ക നാട്ടിലെത്തിച്ചതിന്റെ ഞെട്ടലിലാണ് രാജ്യം. പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി. ശേഷിക്കുന്നവർക്ക് മാന്യമായ തിരിച്ചുവരവ് സാധ്യമാക്കുമെന്ന വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ ഉറപ്പും ശാന്തരാക്കിയില്ല. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഗുജറാത്തിലും ഏക സിവിൽ കോഡ് വരും. ഗുഗേഷിനെ വീഴ്ത്തി പ്രഗ് ചാമ്പ്യൻ. റാങ്കിലും അഭിഷേക് ഹിറ്റ്. കൊച്ചിയിൽ വീണ്ടും ഫ്ലാറ്റ് പൊളിക്കൽ ഉത്തരവിട്ട ഹൈക്കോടതി. ജീവിതശൈലി വെല്ലുവിളി. വിഷപ്പച്ചക്കറികൾ സുലഭം. ഷാരോൺ വധക്കേസ് വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീഷ്മ ഹൈക്കോടതിയിൽ. മദ്യവിൽപ്പനക്കാരെ പിടികൂടി. നാടുകടത്തിയ ഇന്ത്യക്കാരോട് US ക്രൂരത. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. 7ാം ക്ലാസ് D ഡിവിഷനിലെ അശ്വൻ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. കേന്ദ്ര IT മന്ത്രി അശ്വനി വൈഷ്ണവ്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം.
കേന്ദ്ര വിദേശകാര്യമന്ത്രി. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാ സദ സനിധ പനിധ മഗ മഗരി സ. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ നുറുങ്ങുവട്ടം പരിപാടിയിൽ ഇന്ന് മഹാശിവരാത്രിയുടെ മഹാത്മ്യം കേൾക്കാം. അവതരണം അനാമിക. ശിവഭക്തർ മഹാശിവനെ കുംഭമാസത്തിലെയും കൃഷ്ണപക്ഷത്തിലെയും 13-ാം രാത്രിയും 14-ാം പകലും മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു. ഉപവാസം അനുഷ്ഠിക്കുന്നവർ കൂവള ഇല കൊണ്ട് മഹാശിവനെ അർച്ചന ചെയ്യുകയും രാത്രി ഉറക്കമിളച്ചിരിക്കുകയുമാണ് ശിവരാത്രി ദിവസത്തെ പ്രധാന ആചാരം. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇപ്രകാരമാണ്. ദേവന്മാരും അസുരന്മാരും മന്ദരപർവ്വതത്തെയും വസൂകിയെയും ഉപയോഗിച്ച് പാലാരിമർദ്ദനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം വസൂകിയുടെ വായിൽ നിന്ന് കാളകൂടം എന്ന വിഷം പുറത്തേക്ക് വന്നു. ഇത് കണ്ട് എല്ലാവരും അമ്പരന്നുപോയി. ഇപ്രകാരം പ്രപഞ്ചത്തിന് വേണ്ടി മഹാശിവൻ കാളകൂടം എന്ന വിഷം കുടിച്ചു. ഇത് കണ്ട പാർവതി ദേവിയും അമ്പരന്നുപോയി. വിഷം അകത്ത് പോകാതിരിക്കാൻ പാർവതി ദേവി ഭഗവാന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു. ദേവന്മാരും ഭഗവാനെ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ വിഷം പരമശിവന്റെ കണ്ടത്തിൽ അടിഞ്ഞുകൂടി നീലനിറമായി. അന്നു മുതൽ പരമശിവന് നീലകണ്ഠൻ എന്നും അറിയപ്പെടാൻ തുടങ്ങി. ഭഗവാൻ ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതി ദേവിയും മറ്റ് ദേവീദേവന്മാരും ഉറക്കമുളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നറിയപ്പെടുന്നത്. പിന്നീട് ഇതിന്റെ ഓർമ്മയ്ക്കായി ഭക്തർ മഹാശിവരാത്രി വ്രതം എടുക്കാൻ തുടങ്ങി. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.